പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ഡിക്രൂസച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ബലി ഭക്തിയോടെ അർപ്പിക്കാം. ഇന്നത്തെ വചന സന്ദേശത്തിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കും. കർത്താവ് അവരോട് അനുകമ്പ കാണിക്കും. നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് നമുക്ക് റിസ്ക് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അശ്രദ്ധരായി പോകാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. ഇതൊരു ദേവാലയമാണെങ്കിലും ഇവിടെ സംസാരിച്ചും മറ്റു കാര്യങ്ങളിലൊക്കെ ചിന്തിച്ചും ഒക്കെ ഒരു ദേവാലയ അന്തരീക്ഷം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല ശ്രദ്ധയോടെ പങ്കെടുക്കേണ്ട സമയത്ത് പോലും പിശാച് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു മോമെൻറ്റിലായിരിക്കും ദൈവം നമ്മൾ ഇടപെടുക. നമുക്കതുകൊണ്ട് നമ്മളെന്തായാലും വന്നു, നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് പരിശുദ്ധ ബലിയർപ്പണം. ചില ആളുകൾ 2-3 കുർബാനകളിലൊക്കെ പങ്കുചേരാറുണ്ട്. നിങ്ങൾക്ക് അതിനുമുള്ള അവസരമുണ്ട്. നമുക്ക് നന്നായിട്ട് ഈ മരിയൻ ദിവസം, മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ, മരിയൻ അഭിഷേകമുള്ള ഈ മണ്ണിൽ നമുക്ക് അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കയ്യിലാണ് കാര്യമിരിക്കുക. വ്യക്തിപരമായിട്ട് നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ചോർത്തിയെടുക്കാം. കർത്താവേ, ഞങ്ങളുടെ അശ്രദ്ധ, പലവിചാരം, ഞങ്ങളുടെ ശാരീരിക ക്ഷീണങ്ങൾ ഇതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ
കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്യദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിന്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശുവിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരിൽ നിന്നുയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എന്നെ വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയരെ, നമ്മൾ ഇന്നത്തെ വചനത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഈശോയുടെ അനുകമ്പയാണ്. അവരോട് ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു അവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6:31 അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അനേകം ആളുകളുണ്ട്. അനേകം ആളുകൾ വരികയും പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആരോടാണ് ഈശോ അനുകമ്പ കാണിച്ചത്? കർത്താവിന് വേണ്ടി റിസ്ക് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ്, അവരോടാണ് കർത്താവ് അനുകമ്പ കാണിച്ചത്. കർത്താവിന് വേണ്ടി റിസ്ക് എടുത്തവർ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒരു റിസ്ക്കാണല്ലോ. അതായത് രോഗം മാറിയിട്ട് നേരമില്ല, കടബാധ്യത, കഷ്ടപ്പാട്, ദുരിതങ്ങൾ, കുട്ടിയില്ല. ഇന്നലെ ഒരു കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബം അവർ വന്നിട്ട് അവർ പ്രാർത്ഥനകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കണ്ണുനീരോടുകൂടി കരഞ്ഞുപോയി. അവർ ഇത്രയും വിഷമങ്ങൾ, അങ്ങനെ രോഗങ്ങൾ. ഇന്ന് രാവിലെ ഒരു കൊച്ചു പനി ബാധിച്ചിട്ട് വായിലൊക്കെ അസ്വസ്ഥതകളായി. ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ആരാധന ചാപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നു രാവിലെ. തമിഴാണവർ. അപ്പോൾ ഇത്തരം റിസ്കിൽ നമ്മൾ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നെങ്ങനെ പറയും? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളത് പറയണ്ടേ? അതൊരു റിസ്ക്കാണ്. കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുക. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് നിങ്ങൾക്കിങ്ങനെ പാടാൻ പറ്റട്ടെ. അതാണ് കർത്താവും റിസ്ക് എടുത്തതാണല്ലോ കുരിശ് മരണം. മാതാവ് റിസ്ക് എടുത്തതാണ്. ഇവരുടെ റിസ്കിൻ്റെ ഇടയിലും അവർ കർത്താവിൽ ആശ്രയിച്ചു.
അതാണ് നമ്മളെടുക്കുന്ന റിസ്ക്. അതാണ് നമ്മുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനും ഇടയിലും ആശ്രയം വിടാതെ അങ്ങനെ കൂടെ നിൽക്കുക, ആശ്രയം വിട്ട് കളയരുത്. അപ്പോൾ മൂന്ന് തരം കൂട്ടരെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ഒന്ന് ശിഷ്യന്മാരാണ്. അവരോടാണ് ഈശോയ്ക്ക് ആദ്യം അനുകമ്പ തോന്നുന്നത്. കാരണം അവർ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്ക് അല്പം വിശ്രമിക്കാം. ഇന്നത്തെ സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഭാഗമൊക്കെ എടുക്കുകയാണെങ്കിൽ, മർക്കോസിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മുന്നത്തെ ഭാഗം എടുക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ അയക്കുന്നു. അതിൽ ശിഷ്യന്മാർ അയക്കുമ്പോഴും ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ സ്വീകരിച്ചില്ല എങ്കിൽ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് പോര്. അതായത് ഒരു സുവിശേഷ വേലയ്ക്ക് ചെല്ലുമ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. ദുഷിച്ച് പറയും. ഒരു ചെറിയ കാര്യം പോലും, നിർദ്ദേശങ്ങൾ പോലും സ്വീകരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകാം. അപ്പോൾ അതിനെ തുടർന്നാണ് സ്നാപയോഹന്നാൻ്റെ ശിരസ് ഛേദിക്കുന്ന ഭാഗം വരുന്നത്. തല പോവും. കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ തല പോവും. സുരക്ഷിതത്വത്തോടു കൂടിയാണ്, നിങ്ങൾ സുരക്ഷിതത്വം ആഗ്രഹിച്ചിട്ടാണ് കർത്താവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ റിസ്ക് എടുക്കുന്നവരെയാണ് കർത്താവ് ഒരു ശാന്തമായ വിശ്രമ സ്ഥലത്തേക്ക് ആനയിക്കുക. നിങ്ങൾ വന്ന് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. ഈശോയുടെ ഒരു തലോടൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കുന്നവരെയാണ്. സുവിശേഷ വേല ചെയ്യുന്നവരെ ഏതെങ്കിലും വിധത്തിൽ സുവിശേഷ വേല ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണല്ലോ സുവിശേഷ വേല ചെയ്യുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അവന് പോലും പ്രതിഫലം കിട്ടും. സുവിശേഷ വേല ചെയ്യുന്നവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലം കിട്ടും. അപ്പോൾ സുവിശേഷ വേല ഏതും തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പോലും നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സുവിശേഷ വേല. കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ലേ? നിങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മുട്ടുകുത്തി നിൽക്കുന്നത് കുറേ പേർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവർ. ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവർ. നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷത്തിന് മുൻപുള്ള ചില ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒരു രക്തസ്രാവക്കാരി അവരെടുത്ത റിസ്ക്കാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്നവൾ വിചാരിച്ചിരുന്നു. ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തവൾ. ഈശോ ആരും എന്നെ സ്പർശിച്ചെന്ന് അവൾ പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവൾ റിസ്ക് എടുക്കുന്നത് കണ്ടോ? ആ ജനക്കൂട്ടത്തിനിടയിലൂടെ. കാരണം അവളുടെ ദുരിതം അത്രമാണ്. 12 വർഷമാണ് പല വൈദ്യന്മാരെ കണ്ടിട്ടും സൗഖ്യം കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ അവൾക്ക് വേറെ വഴിയില്ല, അവസാന വഴിയാണ്. നമുക്ക് കർത്താവല്ല എൻ്റെ ഇടയനെങ്കിൽ, വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ പിടിക്കില്ല. കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യങ്ങൾ പോലും ദൈവം ഇടപെടും. ഇപ്പോൾ വരുന്ന ഈ ഈസ്റ്റർ ഏപ്രിൽ 20-നാണ്. നിങ്ങൾക്ക് ചിലൊരു 3 മാസം 2 മാസം നിങ്ങൾക്ക് ഒരു ടൈമിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുക. കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ പറ്റും. 2.5 മാസം ദൈർഘ്യമുള്ള വിഷയങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ചോദിക്കുക. അങ്ങനെ ചുമ്മാ ചോദിച്ചാൽ പോരാ. കർത്താവിനും തോന്നണ്ടേ. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഈശോയെ സ്നേഹിച്ച് അവനെ കാണുകയും അവനെ തിരിച്ചറിയുകയും ചെയ്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊക്കെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് കിട്ടും. അവനെ തിരിച്ചറിയുക. അപ്പോൾ ബർത്തമയോസ് തിരിച്ചറിയുന്നുണ്ട്. ബർത്തമയോസ് അത് 10-ാമത്തെ അധ്യായത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 47-ാമത്തെ വാക്യത്തിൽ ബർത്തമയോസ് മനസ്സിലാക്കി. കണ്ണു കാണാത്തവൻ എങ്ങനെ അറിഞ്ഞു? ഈശോ ആ വഴി പോകുന്നുണ്ടെന്നറിഞ്ഞു. പരിശുദ്ധ കുർബാനിൽ അഭിഷേകമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവോ? പരിശുദ്ധ കുർബാനയിൽ അഭിഷേകമുണ്ടെന്ന്, കുംഭസാരത്തിൽ അഭിഷേകമുണ്ടെന്ന് അറിയാവോ? എന്നിട്ട് എന്താ കുംഭസാരിക്കാത്തത്? എന്നിട്ടെന്താ പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത്? അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അവൻ റിസ്ക് എടുത്തത് എന്താ? അവനോട് പലരും പറഞ്ഞു മിണ്ടാതിരിക്ക്. എന്നിട്ട് അവൻ റിസ്ക് എടുത്ത് വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു. കാണാത്തൊരാളെ അവൻ കാണുന്നില്ല, കാണാത്തൊരാളെ അവൻ വിളിച്ചു. അവനോട് ദൈവം വന്നിട്ട് ചോദിച്ചു, നിനക്കെന്ത് വേണം? അതാണ്
ഈശോയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുക. ഈശോ തരുന്ന അനുഭവങ്ങളെ തിരിച്ചറിയുക. ഈശോ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. ഇനി മൂന്നാമത്തെ കൂട്ടരാണ്, അവർ ഭയങ്കര റിസ്ക് എടുത്തത്. അവർ കരവഴി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എനിക്ക് കാല് വയ്യേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അത് റിസ്ക്കാണ്. അത് കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരികമായ ഓട്ടം മാത്രമല്ല. കരവഴിയുള്ള ഓട്ടം ശാരീരികമായ ഓട്ടം മാത്രമായിട്ട് നിങ്ങൾ ധ്യാനിക്കരുത്. ഇപ്പോൾ കുരിശിൽ കിടന്ന നല്ല കള്ളൻ, മറ്റേ കള്ളൻ എന്താ പറഞ്ഞത്? മറ്റേ കള്ളൻ ദുഷിച്ച് പറയുകയാണ്, ഈശോയെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ അല്ല, അവൻ ദുഷിച്ച് പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. 40-ാമത്തെ വാക്യത്തിൽ 23-40 അവനെ ശകാരിച്ച് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നല്ല കള്ളൻ ഇത് പറയേണ്ട കാര്യമുണ്ടോ? നല്ല കള്ളനോട് ആര് പറയാൻ പറഞ്ഞു? ഈ ബോധ്യം എവിടെ നിന്ന് കിട്ടി? വാമക്കളെ പരിശുദ്ധ കുർബാനയിൽ വാമക്കളെ മുട്ടുകുത്തി കുടുംബപ്രാർത്ഥന ചൊല്ലാം എന്നൊക്കെ നമുക്ക് പറയാനൊരു റിസ്ക് ഉണ്ട് മക്കളോട്, കുടുംബത്തിലുള്ളവരോട്. ഇവനത് പറഞ്ഞതുകൊണ്ട് അവനോട് ഈശോ പറഞ്ഞത് എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അതാണ് ആ ഒരു റിസ്ക്. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം കരവഴി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു റിസ്ക് എടുക്കണം. ഇനി ധൂർത്തപുത്രൻ തിരിച്ചു വന്നു. അയാൾക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു പോയില്ല. ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയില്ല. തിരിച്ചു വന്നു, ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞു. അപ്പോഴാണ് മൂത്ത മകൻ അവൻ ഇപ്പോൾ വന്നപ്പോൾ അവന് കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ, അപ്പാ ഞാൻ പോണു, ചേട്ടനെ ഞാൻ വന്നത് പിടിച്ചിട്ടില്ല, ഞാനിവിടെ നിൽക്കുന്നില്ല, ചേട്ടന് ഞാൻ വന്നത് പിടിച്ചിട്ടില്ല. അപ്പൻ ഇനി ചേട്ടൻ്റെ കൂടെ ചോദിച്ചാൽ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന് വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം. പക്ഷെ അവൻ റിസ്ക് എടുത്തു. അതാണ് കരവഴി ഓട്ടം. നമ്മൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ചേ. നമുക്ക് റിസ്ക് എടുക്കാൻ ആളുകൾ, നിങ്ങൾ എവിടെ പോവുകയാണ്, നിങ്ങൾക്കൊക്കെ വട്ടുപിടിച്ചോ, നിങ്ങൾ ആരുടെ പുറകെയാണ് ഓടുന്നത് എന്ന് ആരെങ്കിലും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് അവർ റിസ്ക് എടുത്തു. ഇനിയും പാപിനിയായ സ്ത്രീ അതേക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്. അപ്പോൾ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ഒരുവൾ ഫരിസേയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവളിത് പാദം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ മറ്റവർ പറയുന്നത്, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു. അവൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പോകുന്നു തമ്പുരാനെ, ഞാൻ കാരണം അങ്ങേക്ക് വലിയ മാനക്കേടാകും, ഞാനിവിടെ നിന്ന് പൊക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ കർത്താവ് അവളെ റെക്കമെൻഡ് ചെയ്തു, ഇവളെന്നെ കൂടുതൽ സ്നേഹിച്ചു. ഇതാണ് കരവഴി ഓട്ടം. നമ്മൾ റിസ്ക് എടുക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ കുമ്പസാരിച്ചിട്ടാണെങ്കിൽ, ഒരാളോട് സോറി പറഞ്ഞിട്ടാണെങ്കിൽ പോലും നാണക്കേട് വിചാരിക്കരുത്. ചേട്ടാ സോറി ചേട്ടാ, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി ചേട്ടാ, ആരോടെങ്കിലും മാപ്പ് പറയാനുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനിയും ഈ ബർത്തമേസ് ചെയ്ത റിസ്ക് അല്ലേ, എല്ലാവരും ശകാരിച്ചിട്ടും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് ശകാരിച്ചിട്ടും അവൻ കർത്താവിനെ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. ഇനി ഒരു കാനാൻകാരി സ്ത്രീയുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിലാണ് 15-ാം അധ്യായത്തിൽ. അവൾ വിജാതീയ സ്ത്രീ ആയതുകൊണ്ട് ആദ്യം തന്നെ അവൾ കരഞ്ഞപേക്ഷിച്ചു. ഈശോ ഒന്നും മിണ്ടുന്നില്ല, ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞയച്ചാലും. അപ്പോൾ ഈശോ പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും അവൾ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ വീണ്ടും പറഞ്ഞു, കർത്താവേ നായ്ക്കൾ യജമാനൻ്റെ മേശയിൽ വീഴുന്ന അപ്പക്കഷണം തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കട്ടെ. അവളെടുത്ത റിസ്ക് കണ്ടോ? നമ്മൾ അത്ര നേരം പിടിച്ചു നിൽക്കോ? ഒന്ന് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞതിന് കുമ്പസാരിക്കേണ്ടെന്ന് പറഞ്ഞു ഇട്ടിട്ട് പോകുന്ന ആളുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞ എനിക്ക് നീ കുമ്പസാരിക്കണ്ട. ഒരു കുഞ്ഞു നിർദ്ദേശം പോലും നമുക്ക് ക്ഷമയോടെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ റിസ്ക് എടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ബോധ്യപ്പെട്ട് വേണം റിസ്ക് എടുക്കാൻ.
കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് റിസ്ക് എടുക്കണം. ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടിട്ട് ചെയ്യുന്ന കാര്യമല്ലിത്. കർത്താവിന് വേണ്ടി ബോധ്യപ്പെട്ട് നിങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾ റിസ്ക് എടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എപ്പോഴാണ് കരുണ തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ട്. അത് ഒരു റാഫി പരിയാത്തിശ്ശേരി കൊച്ചിരൂപതയിലെ ഒരു അച്ഛനാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. യേശുദാസ് പാടിയൊരു പാട്ടാണ്. എൻ്റെ 2-4 വരികളൊന്ന് പാടാം. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. നമ്മളൊരു അജഗണത്തെ പോലെ നിൽക്കണ്ടേ, പറ്റം ചേർന്ന് നിൽക്കണ്ടേ. ഒരു മുട്ടാടിനെ പോലെ കുതറി ഓടാൻ നോക്കിയാലോ ഒരു കുഞ്ഞാടിനെ പോലെ നിൽക്കണ്ടേ, എന്നാലല്ലേ അനുകമ്പ തോന്നുള്ളൂ. മുട്ടനാടിനെ പോലെ നിന്നാൽ എങ്ങനെ അനുകമ്പ തോന്നും? അജഗണത്തെ പോലെ ചേർന്ന് നിൽക്കണ്ടേ, ഇടയനോട് ചേർന്ന് നിൽക്കണ്ടേ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ആമേൻ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. രക്ഷകൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കും. പ്രിയ സഹോദരരെൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, ആത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മലയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. 「
ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്കിപ്പോൾ ശാന്തതയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കാൻ നമുക്ക് ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ എന്ന സുകൃത ജപം നമുക്ക് 3 ആവർത്തി മനസ്സിലുരുവിടാം. ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ, ഈശോയുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ.